BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് പരോക്ഷമായി സമ്മതിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശബരിമല വിഷയം എതിരാളികൾ പ്രചാരണ വിഷയമാക്കി. ഇത് അപകടകരമായ സാഹചര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BJPയുടെ ആശയം കോൺഗ്രസ് ഏറ്റെടുക്കുന്ന നിലയാണുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടെങ്കിലും മുന്നണിയുടെ ജനപിന്തുണ കുറഞ്ഞിട്ടില്ല. LDFന് ലഭിച്ച വോട്ട് ശതമാനം ഇതിന്റെ തെളിവാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അമിത ആത്മവിശ്വാസം ഉൾപ്പെടെ തിരിച്ചടിയായെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതി പിൻവലിച്ച് പുതിയ തൊഴിൽ നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ LDF പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുകയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. അതിനകത്ത് എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ ഇല്ലയോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഉരുണ്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും ഇമാതിരിയുള്ള കുറേ പദപ്രയോഗങ്ങളുണ്ട്. ഞങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്കത് ഉരുളലാണ്. വി.ഡി. സതീശൻ മറ്റേ RS എന്ന് പേര് പറയാതിരുന്നാൽ അത് വി.ഡി. സതീശൻ്റെ ഒരു മെറിറ്റാണ്. ഇതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു വർഗീയ വിരുദ്ധ നിലപാടിൻ്റെ സ്ഥാനത്ത് വരുന്ന വർഗീയപരമായ പ്രചരണം. നിങ്ങളുടെ പ്രചരണം നിങ്ങൾക്ക് കുറച്ച് വ്യക്തത കുറവുണ്ടാവും. അത് ഞാൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തതയുണ്ട്, പാർട്ടിക്കും വ്യക്തതയുണ്ട്. ഞാൻ പറഞ്ഞതിൽ അല്ല, അതിലൊക്കെ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കും. അതിനെന്താ നിങ്ങൾക്ക് സംശയമുള്ളത്? ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതും കൂടി വിശദീകരിച്ചുകൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞത്. നല്ല രീതിയിലുള്ള മുന്നേറ്റമല്ലേ ഉണ്ടായത്? ചെറിയ മുന്നേറ്റമൊന്നുമല്ല. ഞങ്ങൾ എത്രയോ താഴത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് 10-17 ലക്ഷം വോട്ടിൻ്റെ മുന്നിലേക്ക് കുതിച്ചത്. വെറുതെ വന്നതല്ല അത്. അതാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായൊരു ചുമതല മാത്രമാണ്. അവർ ജനപ്രതിനിധികളൊന്നുമല്ല. അവർ സാധാരണ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പത്മകുമാർ തന്നെയാണ്. പത്മകുമാറിൻ്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ 2 കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം. നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ, പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ്ങാണ് നിങ്ങൾ ബാനറായിട്ട് വരിക. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ? 2 കാരണം കൊണ്ടാണ്. ഞാൻ പറയാം ഓരോന്നായിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് ഇതുവരെ തിരിച്ചറിയണ്ടില്ല. ആർക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. രണ്ടാമത്തെ കാര്യം, ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട്. ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതില്ല. അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വകതിരിവോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാം. ആ നിലപാടേ പാർട്ടി സ്വീകരിക്കുള്ളൂ. ആര് എന്തെല്ലാം പറഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ 4 പ്രാവശ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും വ്യാഖ്യാനിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് അന്നും ഇന്നും ഒന്നാണ്. ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. ഇതന്നും പറഞ്ഞത് ഇന്നും തന്നെയാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലിയറായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ഏതാണ് എന്ന് തിരിച്ചറിവോടെ ആവശ്യമായ സംഘടനാ നിലപാട് CPIM സ്വീകരിക്കും. അതിലാണ് വ്യക്തതയോടുകൂടി ഞാനിപ്പം പറയുന്നത്. അതിൻ്റെ ഹെഡിങ്ങല്ലേ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളയുണ്ടായതാണ്, കൊള്ള നടത്തിയതാണ്. ആര്? ആരെ? അത് നിങ്ങൾ കാത്തിരുന്നോന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് ഇത്ര അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പോകല്ലേ. റിപ്പോർട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാവും. കാര്യം മനസ്സിലായാൽ അപ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത്രേ ഉള്ളൂ.
ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ്. പ്രതിപക്ഷത്തിനും ബി.ജെ.പിക്കും ഒക്കെ വടി കൊടുക്കുകയല്ലേ CPM ചെയ്തത്? എന്ത് വഴി കൊടുക്കുന്നത്? നിങ്ങളെ ഓരോ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെന്ത് വടി കൊടുത്തു എന്നാണ് പറയുന്നത്? ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ഭയവും ഇല്ല. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് പാർട്ടി അന്നേ പറഞ്ഞു. SIT അന്വേഷണം വേണമെന്ന് പറഞ്ഞത് പാർട്ടിയാണ്. ഞങ്ങൾക്ക് എന്താ ഉള്ളത്? അതിനെ നിങ്ങൾ വക്രീകരിച്ച് വർഗീയമായ ചുവയോടുകൂടി വളരെ ശക്തമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുന്ന ആശയ ശൃംഖലയായിരുന്നു നിങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ നടപടി എടുത്താൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നടത്തും. അതിന് നിങ്ങളെ പറ്റി മനസ്സിലായിട്ടില്ല നമുക്ക്. അതാ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അത് നടപടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കും. നടപടി എടുത്തില്ലെങ്കിൽ നടപടി എടുക്കാതിനെ പറ്റി വിശദീകരിക്കും. രണ്ടും വിശദീകരണം നടത്തുന്ന മാതിരി അറിയാതെ അത് സ്ഥിരം നിങ്ങളുടെ ഏർപ്പാടല്ലേ? ഇത് മെച്ചപ്പെട്ട ഭരണമായിരുന്നു എന്നാണ് പുതിയ അഭിപ്രായം. ഇനിയുള്ള മാസവും അത് തന്നെയാണ്. മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യം എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കും. അലസതല്ല, അവരും വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കുമെന്നുള്ള പൊതു മാനസികാവസ്ഥയാണ് സൃഷ്ടിച്ചത്. അതാ കാര്യം. മേൽത്തോട്ടിൽ ഞാനത് മേൽത്തോട്ട് താത്തിക്കാട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയതാ അത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേൽത്തട്ട് വാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കീഴ്ത്തട്ട് വാക്കാം. അത് രണ്ടും നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതല്ലാണ്ട് ഞാനെന്ത് പറഞ്ഞു ഇതിനകത്ത്? ഞാൻ പൊതുവേ പറഞ്ഞു, ഞാനത് പൊതുവായിട്ട് തന്നെ പറഞ്ഞതാണ്. ഏത് നല്ല ആത്മവിശ്വാസം ഉണ്ടായി. അതിൽ അപ്രതീക്ഷിതം ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ മലയാളം മനസ്സിലാകുന്നില്ലേ? അപ്രതീക്ഷിതമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയാ. അല്ലല്ല, അവരോട് തന്നെ ചോദിക്കും. ജനങ്ങളോട് തന്നെ ചോദിക്കും. എല്ലാ കാര്യവും സംവേദിക്കും. എന്തൊക്കെയാണോ അതൊക്കെ പോരെ. ഇനി ചോദ്യം നിങ്ങൾക്ക് എഴുതി തരണം. ഞങ്ങൾ പോയാൽ ഇന്ന വീട്ടിൽ നിന്ന് ഇന്നതാ ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്കല്ലേ എന്തിൻ്റെ രീതിയാണ്? ഞങ്ങളെല്ലാ വീട്ടിലും കയറി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരുടെയും വീടുകളിൽ കയറി കാര്യങ്ങൾ അന്വേഷിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എന്നതൊന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കണ്ട. ഒരു ഗൗരവമുള്ള രാഷ്ട്രീയ നിലപാടിന് പകരം പൈങ്കിളിയായിട്ട് മാറ്റാൻ നോക്കണ്ട. നിങ്ങളെല്ലാം പൊതുവായിട്ട് രീതി അങ്ങനെയാണ്. ഞാൻ ഉത്തരം പറയുന്ന കാര്യമില്ല. അല്ലേ ഞങ്ങൾ കട്ടില്ലെന്ന് ഞങ്ങൾക്ക് മുഴുവൻ അറിയാം. ഒരു നയാ പൈസ CPIM ശബരിമല ഉൾപ്പെടെയുള്ള ഒന്നിൻ്റെയും കക്കില്ല എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ചോദ്യം ചോദിക്കാനോ ഉത്തരം പറയാനോ പോകേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. അത് നിങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ മനസ്സിലാവാതില്ലൂ. ബാക്കി കേരളത്തിൽ മുഴുവൻ അറിയാം. കണ്ടാ? അതുകൊണ്ട് അമ്മാതിരി വർത്താനൊന്നും പറയണ്ട. ഒന്നുകൂടി പറയട്ടെ. ഇല്ല, വിലയിരുത്തലില്ല. കർണാടകത്തിലെ ബുൾഡോസർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. വിഷയം സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടി ആദ്യത്തെ ദിവസം ഞാനാണ് അതിൻ്റെ പത്രസമ്മേളനത്തിൽ ആ കാര്യം പറഞ്ഞത്. ഉത്തരേന്ത്യ പോലെ കർണാടകത്തിലും കോൺഗ്രസ് ഭരണത്തിൽ, അത് മറ്റ് ഉത്തരേന്ത്യയിലും പറയുമ്പോൾ പലപ്പോഴും സാധാരണ നമ്മൾ പറയുന്നത് BJP ഭരണമാണ്, UP ഉൾപ്പെടെ. ഇവിടെ കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ നടത്തിയിട്ടുള്ള രാവിലെ 4 മണിക്ക് പുലരുന്നതിന് മുമ്പ് 4 മണിക്ക് നൂറുകണക്കിന് കുടുംബങ്ങളാണ്, പ്രധാനമായിട്ടും മുസ്ലിങ്ങളും ദളിതരും ഉൾപ്പെട്ടതാണ് ആ വിഭാഗം. അവരെ മുഴുവൻ കുടിയിറക്കുന്ന ബുൾഡോസ് ഉപയോഗിച്ച് വീടുകൾ അടിച്ച് തകർക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. ആ നിലപാടിനെതിരായി അതിശക്തിയായിട്ടുള്ള പ്രതിഷേധം കേരളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ MP-മാർ റഹീം ഉൾപ്പെടെ MLA-മാർ അവരെല്ലാം അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അവരെല്ലാം ആ കാര്യം കേരളത്തിൻ്റെ പൊതു മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ പ്രതിഷേധാർഹമായ ഒരു ബുൾഡോസർ രാജിൻ്റെ കർണാടക പതിപ്പാണ് ബാംഗ്ലൂരിനടുത്ത് നമ്മളിത് കണ്ടത് എന്ന കാര്യവും ഞാനിതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. അത്രയായിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്നാ? ആണോ? അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല അർത്ഥം. തുറന്നിട്ട് തന്നെയാണ് ഇപ്പം പറഞ്ഞത് മുഴുവൻ. ഇനി കൂട്ടി വെച്ചിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അവരെ പ്രചരണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ തിരിച്ചടിയായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ പ്രചരണം പല മേഖലയിലും അവർ ശക്തിയായി ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് വിട്ടേ, ഞാൻ അതിൻ്റെ പേരെ കയറി കളിച്ച് ചേരില്ല.
രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മതപരമായ കാഴ്ചപ്പാട്, വിശ്വാസം ഒക്കെ രാഷ്ട്രീയമായ ആയുധമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് വർഗീയതയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് വർഗീയത എന്ന് പറയാം. തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ. അല്ല, അത് എത്രത്തോളം എന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല. ഏതാണ്ട് ഞാൻ പറഞ്ഞില്ല, അവരാഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. നിങ്ങളങ്ങനെ നിങ്ങൾക്ക് എഴുതിക്കോ, നിങ്ങൾ എഴുതുന്നത് എഴുതിക്കോ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്താണ് ഉറച്ചു നിൽക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യം സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നെതിരായിട്ട് പ്രചാരവേലകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളും നടത്തിയിട്ടുണ്ട്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരാഗ്രഹിച്ചതുപോലെ അതിൽ നേട്ടമുണ്ടാക്കാൻ അവർക്കായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. എന്ന് അതിൻ്റെ അർത്ഥം തന്നെയല്ലേ, വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് പ്രതിരോധിച്ചാൽ പിന്നെ ഇപ്പോൾ ഇതല്ലല്ലോ സംഭവം ഉണ്ടാകുക. അതല്ലേ ഞങ്ങൾ വീക്കൻസായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പ്രതിരോധമെല്ലാം പറ്റും. ഈ പ്രതിരോധം മുഴുവൻ നടത്തിയത് കൊണ്ടല്ലേ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുമോ? എൻ്റെയും BLM-ൻ്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.